നന്ദുവാണ് എന്റെ നന്ദു സൺഗ്ലാസ് ഒക്കെ വെച്ച് വെയിലില്ലാത്തോട്ട് ഇവിടെ പോകുന്നുണ്ട്. എന്താണ് ആ ഉദ്ദേശം ചോദിക്കട്ടെ നന്ദു? ഈ 500 പേരൊക്കെ അറ്റ് എ ടൈം ഇതുപോലുള്ള ചില തലയൊക്കെ സൂക്ഷിച്ചു പോകണം. അതുകൊണ്ട് ഈ 500 പേരൊക്കെ സർഫിങ്ങിന് വരും, സോറി കയാക്കിന് വരും ഇവിടെ. അത്യാവശ്യം നല്ല തിരക്കാണ് ഇപ്പോഴും പറഞ്ഞ് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ മാംഗ്ലൂരിനെ കണ്ടിട്ട്. അതായത് വർക്കലയിൽ ഇപ്പം ഒരു ബെസ്റ്റ് വിസിറ്റിംഗ് പ്ലേസ് ആണ് ഇപ്പൊ ഈ ഒരു മാംഗ്ലൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമ്മുടെ വർക്കലയിൽ വരുന്ന ടൂറിസ്റ്റുകൾ കൂടുതലും ഇവിടോട്ട് വരാറുണ്ട്. ഒരു 95% ആൾക്കാരും ഇവിടെ വന്നിട്ടേ അവർ പോകത്തുള്ളൂ. അത്രത്തോളം ഈ മൺട്രോത്തുരുത്ത് പോലെ തന്നെ ഇതിപ്പോ ഫേമസ് ആയിക്കോട്ടെ. ഈ 3 വർഷം കൊണ്ടാണ് ഇത്രയ്ക്കും ആൾക്കാർ ഇവിടെ വന്നു തുടങ്ങിയത്. ഓക്കെ, എനിക്ക് തോന്നുന്നു അതായത് വർക്കല വന്നു കഴിഞ്ഞാൽ വർക്കല ഇവിടെ പിടിക്കാം. പിന്നെ ഒപ്പം തന്നെ കാപ്പിൽ ബീച്ച്, വെറ്റക്കടവ്. നമുക്ക് പ്രധാനപ്പെട്ട ബീച്ചുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളെ ക്ലിഫ് സൈഡ് ഉണ്ട്, പിന്നെ അതേ കണക്ക് തന്നെ ബ്ലാക്ക് സാൻഡ് ബീച്ച്. അങ്ങനെ ബീച്ച് സൈഡുകളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കാവേരി എലിഫന്റ് പാർക്ക്, അതിന് തൊട്ടടുത്ത് ഇന്നലെ മോർണിംഗ് ഷോ കാവേരി എലിഫന്റ് പാർക്കിൽ നിന്നായിരുന്നു. അതെ, ഓക്കെ. അതിന് തൊട്ടടുത്ത് കിടക്കുന്ന പ്രദേശമാണ് ഈ മാംഗ്രോവ് ഫോറസ്റ്റ്. അപ്പൊ ഈ വർക്കല വന്നു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ജഡായു, പിന്നെ അതേപോലെ അഞ്ചുതെങ്ങ് പോർട്ട്, ലൈറ്റ് ഹൗസ്, തങ്കശ്ശേരി, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഒരു 2 ദിവസം കൊണ്ട് തന്നെ കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഇപ്പൊ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇവിടെ ആൾക്കാർ വന്ന് ചെയ്യാറുണ്ട്. അതെ, ഡൊമസ്റ്റിക് ഗസ്റ്റ് ഇപ്പം ഈ ഇടയ്ക്കായിട്ട് കൂടുതലായിട്ട് വരുന്നത്. പക്ഷെ ഇവിടെ സ്റ്റേക്കുള്ള സൗകര്യങ്ങൾ കുറവാണോ? ഇവിടെ നമുക്ക് ഇവിടെ തുടങ്ങിയിട്ടില്ല. ഇപ്പൊ അടുത്ത എനിക്ക് തോന്നുന്നു അടുത്ത സീസണോട് കൂടി അതൊക്കെ ഏതായാലും ആക്റ്റീവായി തുടങ്ങും. ഓക്കെ, ഇനി ഒരുപാട് ഈ ചെമ്മീൻകെട്ടുകളൊക്കെ ഉണ്ട് തോന്നുന്നല്ലേ ഇവിടെ? തീർച്ചയായിട്ടും ഇവിടെ ഒരുപാടുണ്ട്. നമുക്കും ഉണ്ട്, നമ്മുടെ കമ്പനിക്കും ചെമ്മീൻകെട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഇതെല്ലാം കാണാം. എന്റെ അടുത്ത് വേറെ വലിയ കൃഷിക്കാരുണ്ട്, ഭയങ്കര ഭവ്യതയുള്ള. അവിടെ ഒരു സ്പീഡ് ബോട്ട് വരുന്നുണ്ടല്ലോ. ചേട്ടാ പയ്യ വരണേ, ഇടിച്ചിട്ടല്ലേ ഞങ്ങളെ. ഓക്കെ, എങ്ങനെയുണ്ട് ചെമ്മീൻ കൃഷി? സ്പീഡ് ബോട്ടുകളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതാണ് ഈ സ്പീഡ് ബോട്ട് വരുമ്പോ ഈ കണ്ടലിന്റെ ഒരു ബോട്ട് വരുമ്പോഴത്തേക്കാണ് നമുക്ക് ഈ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഈ കണ്ടലുകൾ ഈ മറിയുന്നതിന്റെ പ്രധാന കാരണം സ്പീഡ് ബോട്ടാണ്. അപ്പൊ ചെമ്മീൻ കൃഷി ചെമ്മീൻ കൃഷി നമ്മളിപ്പോ ഒരു 10 വർഷമായിട്ട് ചെമ്മീൻ കൃഷിയുണ്ട്. മാതൃകാപരമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. അപ്പൊ അതില് നമ്മള് സീറോ വാട്ടർ എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഒരു കൃഷി രീതിയാണ് നമ്മൾ ചെയ്യുന്നത്. വെള്ളം വെളിയിൽ നിന്ന് കയറ്റാതെ അത് കണക്ക് തന്നെ വെള്ളം കയറ്റിയിറക്ക് കൃഷി, പരമ്പരാഗത പണ്ടത്തെ ട്രഡീഷണൽ രീതി അല്ലാതെ നൂതന ടെക്നോളജീസ് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് കൂടുതൽ ഉൽപാദനം, അതാണ് നമ്മളിപ്പോൾ ചെയ്തു വരുന്നത്. നമ്മുടെ കീഴിൽ കണ്ണൂരിലും എറണാകുളത്തും തിരുവനന്തപുരത്തും ഒക്കെ ഒരുപാട് കർഷകർ നമ്മുടെ കീഴിൽ നമ്മുടെ ടെക്നിക്കൽ സപ്പോർട്ടോടുകൂടി കൃഷി ചെയ്യുന്നുണ്ട്. നമ്മൾ കൃഷിയെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള വലിയൊരു സമിതിയാണോ? നമ്മൾ വലിയ സമിതിയല്ല, നമ്മളെ സഹായം ചോദിക്കുന്നവർക്ക് നമ്മൾ കൃത്യമായി അത് ചെയ്തു കൊടുക്കുന്നു. ഈ ടെക്നിക്കൽ ഈ ചെമ്മീൻ കൃഷി എന്ന് പറയുന്നത് നമ്മൾ ഒരു കൊച്ചു കുഞ്ഞിനെ എങ്ങനെയാണോ നമ്മൾ പരിചരിക്കുന്നത് അതിൽ നിന്നും കെയർ കൊടുത്താണ് നമ്മൾ ഇതിനെ പരിചരിച്ചു കൊണ്ടുവരുന്നത്. അപ്പൊ ഇങ്ങനെ വരുന്നൊരു സമയത്ത് ഇതിന് ഒരുപാട് പ്രതിസന്ധികളുണ്ടാവും. ഇത് മനുഷ്യരുടെ കണക്ക് തന്നെയാണ്. മനുഷ്യര് എങ്ങനെയാണോ അതേ കണക്ക് തന്നെയാണ് ചെമ്മീൻ. അപ്പൊ നമ്മളിതിനെ പരിചരിക്കേണ്ട രീതി വളരെ വലുതാണ്. അപ്പൊ അത് ഈ ടെക്നിക്കൽ സപ്പോർട്ട് ഇത് കൃത്യസമയത്ത് എന്തൊക്കെ നമ്മൾ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മൾ കൃത്യമായി നമ്മൾ അറിഞ്ഞിരിക്കണം. അത് അതിന് എന്താണ് നന്ദു പറയുന്നത്? കണ്ടലാണ് നിങ്ങൾ നട്ടത് കണ്ടലാണോ? ബോട്ട് പോയതിന്റെ ഓളത്തിൽ അതെല്ലാം നശിക്കുന്നുണ്ടോ? അതെല്ലാം ഇങ്ങനെ ആ മണ്ണ് ഒലിച്ച് പോകുന്നു, വെള്ളം കലങ്ങിയുണ്ട്. ഇപ്പൊ അത്ര സ്പീഡിലാണ് സ്പീഡ് ബോട്ട് പോകുമ്പോൾ ഈ കണ്ടലിന്റെ തൈകളൊക്കെ ഇളകുന്ന ഒരു കാഴ്ചയെ പറ്റിയാണ് നന്ദു പറഞ്ഞത്. എന്നാലും നമ്മളിപ്പോ ഇങ്ങോട്ട് പോകുന്നത് നമ്മുടെ ഫാം അവിടെയാണ്. നമ്മളിവിടുന്ന് ആമോട്ട ക്ഷേത്രവും കൂടെ കണ്ട് നമ്മൾ നേരെ ഫാമിലേക്ക് പോവാം. ആമോട്ടത്തപ്പൂപ്പനെ പറ്റിയാണ് ആദ്യം പറഞ്ഞത് അല്ലേ? അതെ, നമ്മള് ഈ കായലിന്റെ നടുക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു കാവാണ്. അവിടെ ഇപ്പം മുമ്പൊരു കാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ റീസെന്റ് ആയിട്ടാണ് അതിന്റെ അകത്ത് നമ്മൾ ഇപ്പൊ അമ്പലമൊക്കെ വന്നിട്ടുള്ളത്. പുള്ളി അതിന്റെ നമ്മുടെ മെമ്പറാണ്, അതിന്റെ സെക്രട്ടറി അല്ലേ? ആണോ? ട്രഷറാണ്, ഖജാൻജി. ഓക്കെ, അപ്പൊ എങ്ങനെയുണ്ട് അവിടെ? ഈ ഞാൻ കണ്ടിട്ടില്ല, കാണാൻ പോകുന്ന കാഴ്ച കൊണ്ടുള്ള ഒരു ക്യൂരിയോസിറ്റി ചോദിക്കുന്നതാണ്. ഒരുപാട് എല്ലാ ദിവസവും പൂജയൊക്കെ നടക്കുക അങ്ങനെയാണോ? അമ്പലം ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രമേ തുറക്കാറുള്ളൂ. അപ്പൂപ്പൻ കാവില് എന്നും രാവിലെയും വൈകുന്നേരവും വിളക്ക് എത്തിപ്പുണ്ട്. രാവിലെ വൈകിട്ട് ആളുകൾ വരുന്നുണ്ടോ? ആൾക്കാർ വരും. അപ്പൊ നല്ല നാട്ടിലുള്ളവർക്കെല്ലാം ഭയങ്കര വിശ്വാസമുള്ളൊരു കാവ് കൂടിയാണ്. ഇപ്പൊ കഴിഞ്ഞ ഫെബ്രുവരി 21-നായിരുന്നു അടുത്ത ഉത്സവം. കഴിഞ്ഞ ഫെബ്രുവരി 21-നായിരുന്നു ഉത്സവം. ചേട്ടാ, ഈ അപ്പൂപ്പന്റെ കഥ ഒന്ന് കൂടി അതാണ് ഞാൻ ആദ്യമേ നമ്മൾ പാടിയ പാട്ടതാണ്. അപ്പൂപ്പൻ എന്ന് പറയുന്ന ഒരു വിശ്വാസം. ആമോട്ടത്തപ്പൂപ്പൻ എന്ന് പറയുന്നത് പിന്നെ ഈ കായലിലെ പണിക്ക് പോകുന്ന അവരുടെ ഏറ്റവും
ഏറ്റവും അടുത്ത് നിൽക്കുന്ന ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവം എന്ന രൂപത്തിലാണ്. അത് സാധാരണ ദൈവങ്ങളെ പോലെ എന്ന രൂപത്തിലൊന്നുമല്ല. അതൊരു ആത്മവിശ്വാസമാണ്. നമുക്കൊരു പ്രത്യേകിച്ച് കായലിന്റെ പണിക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അപകട സാധ്യതയൊക്കെ അതിനകത്തൊക്കെ അങ്ങനെ ഉണ്ടായില്ല എന്നുള്ള ഒരു ധാരണയോട് കൂടി ജോലിക്ക് പോകാൻ പറ്റുന്ന ഒരു ആത്മവിശ്വാസമാണ് അമ്മോട്ടത്തപ്പൻ. അമ്മോട്ടത്തൊക്കെ കാവില് ഉത്സവമൊന്നുമില്ല, പൂജയൊന്നും ഇല്ലായിരുന്നു, അങ്ങനെ ഒരു അമ്പലം അല്ലായിരുന്നു. ഈ അടുത്ത കാലത്ത് ആദ്യമായിട്ട് ഉത്സവം നടത്തുന്ന എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇതുപോലെ വള്ളം കായലിൽ ഇങ്ങനെ നിരത്തി കെട്ടി ഇട്ടതിന്റെ മേളില് പലകയിട്ട് പിന്നെ നടപ്പാത ഉണ്ടാക്കിയിട്ടാണ് ആദ്യമായിട്ട് അവിടെ ഉത്സവം നടത്തുന്നത്. അന്ന് അങ്ങനെ ഉണ്ണിക്കൊക്കെ ഒരുപാട് പേര് വന്നിരുന്നോ? 98. അപ്പൊ അതൊരു വല്ലാത്തൊരു പിന്നെ അനുഭവമാണ്. ഈ കായലിന്റെ നടുക്ക് ഇത്രയും 22 വള്ളങ്ങൾ ചേർത്ത് കെട്ടി പാലുണ്ടാക്കി അതിനകത്ത് പലകയിട്ട് പാലം ഉണ്ടാക്കിയിട്ട് ഉത്സവം നടത്തുന്നത്. പിന്നെ കഴിഞ്ഞതിന്റെ അങ്ങേ വർഷം തൊട്ട് റെഡി ശേഷമാണ് താൽക്കാലികമായിട്ടൊരു പാലുണ്ടാക്കി നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നമ്മളെ കാട്ടിൽ മേക്കതിൽ ക്ഷേത്രമില്ലേ, അതേ കണക്കൊക്കെ വളരെ ഫേമസ് ആവേണ്ട ഒരു കാവാണ്. പക്ഷെ